Hello, good morning. Good morning, Miss. ഉഷാരെ കയറിയിട്ടൊന്ന് ഇറങ്ങി കയറുമോന്നൊന്ന് നോക്കാം. ഞാൻ കാര്യം പയ്യൊക്കെ പറഞ്ഞ ക്ലാസ് പോയെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലെ? ഞാൻ സാധാരണയായിട്ട് എല്ലാ ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്, മോക്ക് ടെസ്റ്റ് അല്ലാതെ. നിങ്ങൾക്കത് തന്നിട്ടില്ല. നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കാന്ന് ഓർത്തു. ഹലോ, ഞാൻ എടുത്ത പോർഷൻസ് എടുത്ത PDF-ന്റെ ക്വസ്റ്റ്യൻസ് എഴുതിക്കാന്നാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കുറച്ച് ക്വസ്റ്റ്യൻസ് കയറിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് വെക്കാം. തുഷാറിന്റെ കിട്ടിയിട്ടൊന്ന് ഇറങ്ങിപ്പോയി. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, അവരോടെ വരട്ടെ. കാരണം ക്വസ്റ്റ്യൻസ് ആവുമ്പോ എല്ലാവരും എഴുതിയിരിക്കണോല്ലോ. വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എടുത്ത പാഠഭാഗം മൂന്ന് ലെസൺസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മറ്റൊന്ന് എന്താണ് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഓഡിറ്റ്. ആ 3 ലെസൺസ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു കുറച്ച് കഴിയുമ്പോൾ ടീച്ചറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വിൽക്കാനുണ്ട്. അപ്പോ ടീച്ചർ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുവരേക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾക്ക് തരാൻ നോക്കട്ടെ. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ടീച്ചറിന്റെ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കയറേണ്ടതുണ്ട്. അപ്പോ എഴുതിയെടുക്കാൻ പറ്റുന്നവർക്കല്ലേ. ഇനി ഷാറ ഷെയർ ചെയ്താൽ മതി കേട്ടോ. ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനെങ്കിൽ എടുത്ത് തന്ന നോട്ട്സ് ഷാറിന് അവർക്കൊക്കെ ഷെയർ ചെയ്താലും മതി. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. കാരണം 1/2 മണിക്കൂർ കഴിയുമ്പോൾ ടീച്ചറിന് കയറണം. അപ്പൊ അതുവരേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തീരുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും തുടങ്ങാം. മറ്റൊരു കയറുന്ന അനുസരിച്ച് അവരെ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം തരുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the primary function of human resource management? What is the function of തുഷാരൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരേണ്ടോ. അതായത് ഞാൻ എടുത്ത ഭാഗത്തെ 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾക്ക് തരാൻ ഓർത്തു. മോക്ക് ടെസ്റ്റ് അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, പൊതുവെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണല്ലോ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ തരാനായിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പൊ തുഷാർ ഒന്ന് എഴുതുക, നോട്ട് ചെയ്യാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? വാട്ട് ഈസ് ദ primary function of human resource management? Answer പറയട്ടെ. To recruit, train and develop employees. എന്താണ് ആദ്യം നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി, then അവർക്ക് ട്രെയിനിങ് കൊടുത്തു, and develop employee, ഒരു എംപ്ലോയി ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് എന്താ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നടക്കുന്നത് അല്ലെ? ആദ്യ പ്രവർത്തനം, പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. ആൻസർ ചെയ്താ ടു റിക്രൂട്ട്, ട്രെയിൻ ആൻഡ് ഡെവലപ്പ് എംപ്ലോയീസ്. ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിന്റെ ആൻസർ ടു റിക്രൂട്ട്, ട്രെയിൻ ആൻഡ് ഡെവലപ്പ് എംപ്ലോയീസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയതില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഏതാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. The next question, which of the following is a key responsibility of an human resource management? Which of the following is a key responsibility of an
human resource management. Which of the following is a key responsibility of an human resource management? Let's write it go. First one A, developing hospital policies. First one A, developing hospital policies. Then second one B, managing employee benefits. First one, developing hospital policies. Then second one B, managing employee benefits. Then third one C, conducting performance evaluations. Conducting performance evaluation. Then fourth option D, all of the above. Fourth option D, all of the above. First one A, developing hospital policies. Then second one B, managing employee benefits. Then third one C, conducting performance evaluations. Then D, all of the above. എന്തായിരിക്കും ആൻസർ? ചോദ്യം ഇതാണ്, which of the following is a key responsibility of an hospital management? ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും? ഇതെല്ലാം ഉണ്ട് അല്ലെ? All of the above. കാരണം ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമോ? Okay. Okay. What is the term for the process? What is the term for the process of finding and hiring new employees? ഞാനിങ്ങനെ ഓപ്ഷൻസ് ഉള്ളത് പൊതുവെ ഇങ്ങനെ എന്താ പറയാ, ഓൾ ഓഫ് ദി എബവ് ഒക്കെ ഉള്ളത് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നത്. കാരണം ഒത്തിരി നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ കറക്റ്റ് ആൻസർ പഠിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദി എബവ്, അതായത് ഒത്തിരി ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ഞാൻ മൊത്തം തരുന്നുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ്? വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് of finding and hiring new employees? Finding and hiring new employees. എന്താണ് അതിന്റെ പേര് അല്ലെ? എന്താണ് ഒരു പേഴ്സണെ, ഒരു എംപ്ലോയിനെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ എന്താ പറയുക എംപ്ലോയ്മെന്റിലേക്ക് ആ തൊഴിലിലേക്ക് ആക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് finding and hiring new employees? എന്തായിരിക്കും? റിക്രൂട്ട്മെന്റ്. ആൻസർ എന്താണ്? റിക്രൂട്ട്മെന്റ്. ചോദ്യം ഒന്നുകൂടി പറയാം. What is the term for the process of finding and hiring new employees? What is the term for the process of finding and hiring new employees? Answer, recruitment. Next ലേക്ക് പോകാം. Okay, miss. Then next question. What is the purpose of a performance management system? What is the purpose? എന്താണ് ഉദ്ദേശം? Performance management system. Is the purpose of a performance management system? പെർഫോമൻസ് അല്ലെ, അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉയർത്താനായിട്ട് എന്താണ് അവിടെ എന്താ പറയാ, എന്തിനാ അത് ചെയ്യുന്നത്? ടു ഐഡന്റിഫൈ ഏരിയാസ് ഫോർ എംപ്ലോയീസ് ഇംപ്രൂവ്മെന്റ്. ഇതിനെ ശരിക്കും അത് കാണിക്കുന്നത് അവരുടെ എംപ്ലോയീസിന്റെ ഏരിയാസ്, അവര് എന്തൊക്കെ ചെയ്യണോ ആ ഏരിയാസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ടു ഐഡന്റിഫൈ ഏരിയാസ്. ആൻസർ, ടു ഐഡന്റിഫൈ ഏരിയാസ് ഫോർ എംപ്ലോയി ഇംപ്രൂവ്മെന്റ്. ചോദ്യം ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം? അതിന്റെ ആൻസർ,
To identify areas for employee improvement. To identify areas for employee improvement. The next question ലേക്ക് കിടക്കാം. What is the term? കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ. കഴിഞ്ഞിട്ടില്ല ഒന്ന് പറയണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ വരികയാണെങ്കിൽ എന്നോട് ചോദിക്കണം. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് improving employees skill and knowledge? Improving employees skill and knowledge. What is the term? എന്താ ഇതിന്റെ ടേം ആണ് യൂസ് ചെയ്യുന്നത് ഇതിന്? For the process of improving employees skills and knowledge. അവരുടെ കഴിവ് നോളജുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് പറയുന്ന ഒരു ടേം അല്ലെ? എന്താണ് അതിനെ പറയുന്ന പേര്? ആ ടേം എന്താണ്? ആ പ്രോസസ് എന്താണ് അല്ലെ? ആ പ്രവൃത്തി ആ പ്രവൃത്തിനെ പറയുന്ന പേര് ടേം എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ് ആൻസർ? ഡെവലപ്മെന്റ്. എന്താണ് ആ പറയുന്ന പ്രവൃത്തിയുടെ പേര്? ഡെവലപ്മെന്റ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിംഗ് എംപ്ലോയീസ് സ്കിൽ and knowledge? Answer: development. Okay, next question ലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ, സ്പീഡ് ആവുന്നില്ലല്ലോ. Okay, then next question എന്ന് പറയുന്നത് നമുക്ക് ഓഡിറ്റ് ചാപ്റ്റർ ലെസണിലേക്ക് പോവാം. കാരണം കുറച്ചു നേരം ഒരു അരമണിക്കൂറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ എല്ലാ ലെസൺസിന്റെയും ഞാൻ പഠിപ്പിച്ച എല്ലാ ലെസൺസിന്റെയും ക്വസ്റ്റ്യൻസിന്റെയും തരണം. അപ്പൊ അതുകൊണ്ട് ഓഡിറ്റിന്റെ ലെസണിലേക്ക് പോകാം. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ആൻ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ്? എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ്? പൊതുവെ നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് എല്ലാ സ്ഥലത്തും എന്തൊക്കെ ആവശ്യം അല്ലെ, എന്തൊക്കെ വേണം, അവിടെയൊക്കെ എന്തോ ഒരു ഫിനാൻസ്, എന്തൊക്കെ പുതിയ മീറ്റിങ്ങുകളോ പുതിയ ട്രെയിനിങ്ങുകളോ പുതിയ എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കണം അല്ലെ, ഫെസിലിറ്റീസ് കൊടുക്കണം. അതിനെല്ലാം ഓഡിറ്റിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എന്തോരം വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് what is the primary objective of an hospital administration audit? എന്തായിരിക്കും? To assess the financial management practices. ഫിനാൻഷ്യൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരുമോ? അവിടേക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും പുതിയ നിയമനങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തേണ്ടതായിട്ട് വരുമോ? അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനെല്ലാം എന്താവശ്യമാണ്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോ അസസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രാക്ടീസസ്. ടു അസസിന്റെ സ്പെല്ലിംഗ് ASSESS. Assess financial management practices. Next question ലേക്ക് കടക്കാലോ. ചോദ്യം നോടി വേണോ? What is the primary objectives of an hospital administration audit? Answer: to assess financial management practices. The next question: which of the following is a key area of focus in a hospital administration audit? Key area of focus in a hospital administration audit. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെറിയൊരു ഇതിലേക്കൊക്കെ ഒന്ന് ഷോർട്ട് ആക്കി എഴുതിയാലും മതി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് തീരും. Which of the following is a key area of focus in a hospital administration audit? അതിന് 4 ഉണ്ട്. അപ്പൊ നിങ്ങൾ എഴുതാം. ഫസ്റ്റ് വൺ എ പേഷ്യന്റ് ബില്ലിംഗ് ആൻഡ് കോഡിംഗ്. ബില്ലിംഗ്
and patient billing and coding. Patient billing and coding. Second one B, supply chain management. Second one B, supply chain management. Then third one C, staffing and scheduling. C, staffing and scheduling. Then D എന്തായിരിക്കും? All of the above. ഇതാണ് D, all of the above. ഒന്നുകൂടി വായിക്കാം. Which of the following is a key area of focus in a hospital administration audit? എന്തിനാണ് കീ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് എ പറയുന്നു പേഷ്യന്റ് ബില്ലിംഗ് ആൻഡ് കോഡിംഗ്, ബി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സി സ്റ്റാഫിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്, ഡി ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം കീ, അതായത് പ്രധാനപ്പെട്ട കീ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് 4 പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. പേഷ്യന്റ് ബില്ലിംഗ് ആൻഡ് കോഡിംഗ്, ബി പറയുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സി സ്റ്റാഫിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്, ദെൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി അബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Then third question, what is the term for the process of reviewing and evaluating hospital policies, and procedures. What is the term? എന്താണ് ആ ടേം അതിനെ പറയുന്നത്? അതായത് the process of reviewing and evaluating hospital policies and procedures. Hospital policy and procedures. എന്താ ടേം പറയുന്നത്? പോളിസി ഓഡിറ്റ്. ആൻസർ എന്താ? പോളിസി ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറയും. അപ്പൊ നയങ്ങളുമായി ബന്ധപ്പെട്ട അതിനെ റിവ്യൂ ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ പറയുന്ന പേരാണ് പോളിസി ഓഡിറ്റ്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് റിവ്യൂവിംഗ് ആൻഡ് എവാലുവേറ്റിംഗ് ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു സ്പീഡിൽ എഴുതിക്കോട്ടോ, കാരണം മിസ് പറഞ്ഞ 30 മിനിറ്റ്സ് കഴിയാറ്. എനിക്കിറങ്ങി അടുത്തൊരു ചാപ്റ്ററിന്റെ കൂടെ ക്വസ്റ്റ്യൻ തരാനുണ്ട്. അപ്പോ നിങ്ങൾ എഴുതിക്കോ. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് റിവ്യൂവിംഗ് ആൻഡ് എവാലുവേറ്റിംഗ് ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആൻസർ എന്താണ്? പോളിസി ഓഡിറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. വാട്ട് ഈസ് ദ ടേം? അടുത്തതും ചോദ്യം തന്നെയാണ്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് identifying and mitigating. അതിന്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം കേട്ടോ. MITIGATING. അതിന്റെ മീനിങ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്. ലഘൂകരിക്കുക. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ചെറുതാക്കുക അല്ലെ, ലഘൂകരിച്ച് കാണുക എന്ന് പറയുന്നത്. മിറ്റിഗേറ്റിംഗ് റിസ്ക്, റിസ്കുകളെ ലഘൂകരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്പെല്ലിംഗ് ഞാൻ പറയാം. MITIGATING. മിറ്റിഗേറ്റിംഗ് റിസ്കുകൾ, RISKS. പിന്നെ ഹോസ്പിറ്റൽ ഓപ്പറേഷനിലെ റിസ്കുകളെ ലഘൂകരിക്കുകയും ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന ടേം എന്താണ്? ആ ടേമിനെ പറയുന്നത് എന്താണ്? റിസ്ക് മാനേജ്മെന്റ്. ആൻസർ റിസ്ക് മാനേജ്മെന്റ്. ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് റിസ്ക് ഇൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്? ആൻസർ റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് എടുത്ത
lesson an overview of health and hospital administration questions ആണ്. അതിലെ first question, what is the primary goal of health administration? What is the primary goal of health administration? What is the primary goal of health administration? എന്തായിരിക്കും primary goal? Answer, to manage health care organization. എന്താണ് മാനേജ് ചെയ്യുക അല്ലെ? എന്തിനെ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക എന്നതാണ് എന്താണ് പ്രൈമറി ഗോൾ ഓഫ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാനപ്പെട്ട ഗോള്. ചോദ്യം എന്താണ് പറയാം? വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? Then answer, to manage health care organization. Next question, which of the following is a key function of a hospital administration? ഇതിലും എന്താ പറയാ, key function ചോദിക്കുന്നുണ്ട്. Which of the following is a key function of a hospital administration? എന്തായിരിക്കും following of which of the following is a key function of a hospital administration? നോക്കാം, ആൻസർ നോക്കാം. First, A, patient care. First one, A, patient care. Second one, B, financial management. Second one, B, financial management. The third one, human resource management. Third one, human resource management. Third one, C, human resource management. First one, A, patient care. Second one, B, financial management. Third one, C, human resource management. Then fourth one, all of the above. Fourth one, all of the above. All of the above. The answer, all of the above. Neither which of the following is a key function of a hospital administration? Answer, patient care, financial management, human resource management, all of the above. Next question പോവുകയാണ്. കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്പൊ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്തോ. Then third one, what is the term for the process of for the process of planning from organizing and controlling healthcare services. What is the term for the process of planning, organizing and controlling healthcare services? എന്താണ് അതിനെ പറയുന്നത് കേട്ടോ? എന്താണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്? ആൻസർ എന്താണ്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ഹെൽത്ത് കെയർ സർവീസസ്? അതിന്റെ ആൻസർ എന്താണ്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is a type of healthcare organization? Which of the following is a type of healthcare organization? Which of the following is a type of healthcare organization? Answer നോക്കാം. First one, A, hospital. First one, A, hospital. Second one, B, clinic. ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ അവിടെ നമ്മൾ വായിച്ചതാണ്. ഹോസ്പിറ്റല്, ബി ക്ലിനിക്, സി നഴ്സിംഗ് ഹോം, ഡി ഓൾ ഓഫ് ദി അബോവ്. എവിടെയെല്ലാം എന്താ പറയുക ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഇതെല്ലാം വരും, ഇങ്ങനത്തെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ വരുമെന്ന് പറഞ്ഞില്ലേ. അതായത് ഹോസ്പിറ്റലിൽ വരാം, ക്ലിനിക്കിൽ വരാം, നഴ്സിംഗ് ഹോമിൽ വരാം. അതൊക്കെയാണ് പറയുന്നത്. ഹോസ്പിറ്റൽ എ, ഫസ്റ്റ് വൺ എ ഹോസ്പിറ്റൽ, സെക്കൻഡ് വൺ ബി ക്ലിനിക്, തേർഡ് വൺ സി നഴ്സിംഗ് ഹോം, then next last D all of the above.
ചോദ്യം ഒന്നുകൂടി പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ? എവിടെയും ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഏതൊക്കെ ടൈപ്പിൽ വരാം? ഹോസ്പിറ്റലിൽ വരാം, ക്ലിനിക്കിൽ വരാം, നഴ്സിംഗ് ഹോമിൽ വരാം, ഓൾ ഓഫ് ദി എബോവ്. എവിടെയാണെങ്കിലും മുകളിൽ പറഞ്ഞ എവിടെയാണെങ്കിലും ഇവിടെ വരാം. ഇതൊരു ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. Then last question നോക്കാം. What is the role of a hospital administration? What is the role of a hospital administration? What is the role of a hospital administration? Answer പറയാം. To manage hospital operations. To manage hospital operations. To manage hospital operation. അപ്പോ എന്റെ ടൈം എന്തായാലും കഴിഞ്ഞു. നിങ്ങളെ കിട്ടിയോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാത്തയുണ്ടോ? ഇല്ല മിസ്. ഓക്കെ, അപ്പോ നമ്മുടെ നോട്ട് ചെയ്ത് എക്സാമിനൊക്കെ ഒരുങ്ങുക. നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കോൺഫിഡൻസോടുകൂടി ജോലിക്ക് ശ്രമിക്കുക. ഓക്കെ, ബൈ. ഓക്കെ മിസ്, താങ്ക് യു. നോടിയിരിക്കുന്നവരോ Okay, good morning. Good morning all. ഗുഡ് മോർണിംഗ് മിസ്. Okay. Then ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്തോണ്ടിരുന്ന ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കൂടി ഉള്ളൂ കേട്ടോ. അത് ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി ടീച്ചർ ഞാൻ എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് തീരെ കേട്ടോ. ഇതൊന്ന് ഈ ഒരു കുറച്ച് ഭാഗം കൂടി നമുക്ക് ഉണ്ടല്ലോ ആ ചാപ്റ്ററിൽ. അപ്പൊ അതാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ്സോട് കൂടി ഞാൻ എടുക്കുന്ന പോർഷൻസിലെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടോ. ഓക്കെ, നമുക്കിനി നോക്കുന്നത് ആ ടേബിൾ ആണ് നോക്കാനുള്ളത്. ഒരു വലിയ ടേബിൾ ആണ്.
സിമ്പിൾ ആണ്. അതായത് ഓരോ നമ്മളെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഓരോ കോഡുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോ റെഡ് കളർ ഇപ്പൊ നമ്മൾക്ക് എന്താ ഇപ്പൊ കാലാവസ്ഥയുടെ തന്നെ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട് എന്നൊക്കെ പറയാറില്ലേ, ഓറഞ്ച് അലർട്ട് അല്ലെ. അപ്പൊ റെഡ് ഇത്തിരി കൂടുതൽ ശക്തമായിട്ടുള്ളത്, യെല്ലോ തീരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ കളറുകൾ ഡിനോട്ട് ചെയ്യുന്നതാണ്, ഓരോ അലർട്ടുകളാണ് അല്ലെ. അപ്പൊ അതാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത് കേട്ടോ. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഓരോ കോഡുകളും അല്ലെങ്കിൽ ആ കോഡുകൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലേ സ്ക്രീനില്? ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആ ടേബിൾ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ കോഡുകളാണ് നമ്മളിങ്ങനെ നോക്കുന്നത് ഈ ഒരു ഭാഗത്തില്. ഫസ്റ്റ് വൺ റെഡ് കോഡ്. റെഡ് കോഡ് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഫയർ, സ്മോക്ക് ഓർ ഓർഡർ സംതിങ് ബേണിംഗ്, ഇനിഷ്യേറ്റ് കോഡ്, റെഡ് ടീം അലർട്ട് അല്ലെ. അപ്പൊ കൂടുതലായിട്ടും ഈ ഫയർ അല്ലെങ്കിൽ എന്താണ് സംതിങ് കത്തുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡ് ഡിനോട്ട് ചെയ്യുന്നത്. ആസ് പെർ ഫയർ മാനുവൽ ഇൻഫോം ചെയ്യേണ്ട നമ്പറാണ്, കോളിംഗ് ചെയ്യേണ്ട നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഫയർ മാനുവൽ പ്രകാരം നമ്മൾ എത്രയാണ് 5000 അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ 9 ഫോളോ റേസ് പ്രോട്ടോകോൾ. റേസ് മീൻസ് ഇവിടെ പറയുന്നത് റെസ്ക്യൂസ്, റിമൂവ് എവറിത്തിങ് ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. Then A denote ചെയ്യുന്നത് active a fire alarm. C confirm smoke and fire and close all doors. ഡോറുകളൊക്കെ ക്ലോസ് ചെയ്യുക. E extinguish the fire if possible. Alert others by shouting code red. അപ്പോ ആ റേസിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. Then in other areas or area away from the alarm location, close all doors and windows if
ആർ നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ അലാറം ഏരിയ. അപ്പൊ ഇങ്ങനെയുള്ള അലാംസ് അടിക്കുന്ന ഏരിയയിലൊക്കെ ഈ ഡോറുകളും വിൻഡോസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. Watch for signs or fire and smoke. Do not elevators. Report to the assigned work area and waited for instructions. Then ഇപ്പോഴത്തെ പറഞ്ഞിരിക്കുന്നത് when using extinguisher to put off the fire. extinguisher യൂസ് ചെയ്യാം. Then remember pass. ഓരോന്നും ഇവിടെ കണ്ടോ വൈസിന് നമുക്ക് ഫുൾ ഫോം അവർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് പാസ് എന്താണ് പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് pull them. And A എന്ന് പറഞ്ഞാൽ A in the nozzle is skews the handle sweep in a side to side motion. അല്ലെ അതായത് സ്ക്യൂസ് മീൻസ് ജംഗ്ഷൻ എന്നുള്ള അർത്ഥം. ആ ഒരു ടേം മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പാസും റേസും എങ്ങനെയാ പറഞ്ഞേക്കുന്നത് ഒന്ന് നോക്കി വരിക. അപ്പൊ റെഡ് കോഡ് ഫയറിനെയൊക്കെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത്. തീപിടുത്തങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ കോഡ് പിങ്ക്. ഇനി പിങ്ക് കോഡ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. പിങ്ക് അല്ലേ? ഓക്കെ, റെഡ് കോഡ് കഴിഞ്ഞു, പിങ്ക് കോഡ്. ഓക്കെ, അപ്പൊ പിങ്ക് കോഡ് പറയുന്നത് കോഡ് പിങ്ക് ഈസ് ആക്ടിവേറ്റഡ് വെൻ ആൻ ഇൻഫന്റ് ആൻഡ് ചൈൽഡ് ഈസ് കൺഫേംഡ് missing from NICU, labor room, ward or the pediatrics floor. ഒരു പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നോ അല്ലെങ്കിൽ NICU ലേബർ റൂമിൽ നിന്നോ വാർഡിൽ നിന്നോ ഒരു കുഞ്ഞുങ്ങളെ ഇൻഫന്റിനെ മിസ് ചെയ്യുമ്പോഴാണ് ഈ കോഡ് പിങ്ക് കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ അലാർട്ടാണ് ഈ പിങ്ക് കോഡ് ചെയ്യുന്നത്. പിങ്ക് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു കളറല്ലേ പിങ്ക് എന്ന് പറയുന്നത്. സോ ഈ കുട്ടികളെ മിസ്സാവുന്നത് ഇപ്പോ NICU നിന്നോ വാർഡിൽ നിന്നോ മറ്റും മിസ്സാവുന്നതിനെയാണ് നമ്മൾ പിങ്ക് കോഡ് പറയുന്നത്. ഇനി നോക്കാം. Upon learning of an infant or child missing, notify security supervisor. ഇത് നമ്മൾ അറിയിക്കേണ്ട നമ്പറാണ് 1745 ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ചെയ്യുക. ഓക്കെ, then if possible allow no one to enter or exit until the arrival of security staff. Check stairways, longest waiting. അല്ലെ അതായത് സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലെങ്കിൽ പ്രവേശിക്കാനോ പുറത്തു കിടക്കാനോ മറ്റു ആളുകളെ അങ്ങോട്ട് ഇവിടെ കടത്തിവിടാനൊന്നും അനുവദിക്കരുത്. എങ്ങനെയാണ് മിസ്സായെന്ന് കാണണമല്ലോ, അന്വേഷിക്കണമല്ലോ. അപ്പൊ പുറത്തുനിന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ അകത്തേക്ക് കടക്കാനോ അനുവദിക്കരുത്. Then question anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. In when someone is observed that fits into above category or call security and do not lose sight the person. അല്ലേ അതായത് ഒരു ഡഫൽ ബാഗ് എടുക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ബാഗോ അങ്ങനെ മറ്റും സംശയിക്കുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുവിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വലിയ ബാഗോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കി കൊച്ചുങ്ങളെ കടത്താൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവരൊന്നും പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കരുതും. സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് കാര്യം പറയുക. ഡൗട്ട്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇനി if that suspected person attempts to leave the building prior the arrival of security officers, do attempt to stall the person in any way possible. If the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify the security. അല്ലെ ഇപ്പൊ സുരക്ഷ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ എത്തുന്നതിന് മുൻപ് ഇപ്പൊ ഏതെങ്കിലും വ്യക്തി കെട്ടിടം ആ ഒരു ഏരിയ വിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതാണ് ആരെയും നമ്മൾ പുറത്തേക്ക് വിടാൻ അനുവദിക്കരുത്. കാരണം ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ, പുറത്തു പോയാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ അതിനെ തടയുക. ഏതെങ്കിലും വിധത്തിൽ വ്യക്തിയെ തടയാൻ ശ്രമിക്കുക. ഇപ്പൊ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും വിധത്തിൽ ആള് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്പറും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് പിങ്ക്. അപ്പോ റെഡ് കോഡ് പറയുന്നത് ഫയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള തീപിടുത്തങ്ങളും മറ്റും. ദെൻ പിങ്ക് കോഡ് പറയുന്നത് ഇൻഫന്റിനെ മിസ് ആവുന്നത്. ഓക്കെ, ദെൻ ഓറഞ്ച് കോഡ്. ഈ കോഡ് ഓറഞ്ച് എന്താണെന്ന് നോക്കാം. hazardous materials spill such as chemicals spill, mercury spill, gas leak, hazardous drug spills etc. അതായത് എന്തൊക്കെയാണ് കെമിക്കൽ സ്പില്ല്. ഇപ്പൊ മെർക്കുറി എന്തെങ്കിലും പൊട്ടുകയോ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് ലീക്ക് ആവുകയോ അങ്ങനെ വരുന്നതാണ് ഓറഞ്ച് കോഡ് നൽകുന്നത്. ഓക്കെ, റെഡ് തീപിടുത്തങ്ങളും മറ്റും, പിങ്ക് ഇൻഫന്റിന്റെ, അതുപോലെ ഓറഞ്ച് കോഡ് ഇതുപോലെയുള്ള മീൻസ് എന്താ പറയാ മെർക്കുറി, ഗ്യാസ് ലീക്കേജ്, കെമിക്കൽ ലീക്കേജ് ഒക്കെ വരുന്നത്. ഇനി if the spill is in your work area, remove the patient from the area.
ഇപ്പൊ അങ്ങനെ സ്പില്ല് ലീക്ക് ആവുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുക, പേഷ്യൻസിനെയും ജനങ്ങളെയും മാറ്റുക. അതുപോലെ കോൾഡ് ഓപ്പറേറ്റർ അല്ലെ, ഓപ്പറേറ്ററെ നമ്മൾ വിളിക്കുക കേട്ടോ. ദെൻ ഇവിടെ പറയുന്നത് എന്താ, അലേർട്ട് അതർ ഇൻ ഏരിയ, കൺഫൈൻ ദ സ്പിൽ ഇഫ് പോസിബിൾ ടു ഡു ഇറ്റ് സേഫ്ലി, cordon of the area and post warning signs. Do not attempt to clean up and spill without appropriate PPE. Then PPE, personal protective equipment എന്നാണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചോളൂ, personal protective equipment, PPE important ആണ് കേട്ടോ. PPE, personal protective equipment. Okay. Use an appropriate spill kit after cleanup. Dispose of PPE spill material, hazardous waste. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പൊ അലർട്ട് ചെയ്യുക, മറ്റുള്ളവര് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് സുരക്ഷിതമായിട്ട് ആ ഏരിയയിൽ വിട്ടുമാറുക. അല്ലെങ്കിൽ മുന്നറിയിപ്പുകളോ അടയാളങ്ങളൊക്കെ സ്ഥാപിക്കണം. അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഇത് നോട്ട് അങ്ങനെ ഈ ഏരിയയിലോട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞ സയൻസ് ഒക്കെ വെക്കില്ലേ, അങ്ങനെയുള്ള സയൻസ് കാര്യങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ എന്താണ്, ഉചിതമായിട്ടുള്ള സ്പിൽ കിറ്റുകൾ ധരിക്കുക അല്ലെ. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നത് നോക്കാം, അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾ ഇൻ ദ ഏരിയ ഡ്യൂറിംഗ് ദ ക്ലീൻ അപ്പ് പ്രൊസീജിയർ. ഇഫ് ദ സ്കിൻ ഈസ് contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. Notify ICU nursing supervisor CMO if an accidental exposure occurs. Seek medical help immediately. എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞ് അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്താ പറയുന്നത്, പ്രദേശത്ത് എല്ലാ ആളുകളും സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും കൈ നല്ല രീതിയിൽ കഴുകണം. ദെൻ നഴ്സിനെയോ അല്ലെങ്കിൽ CMO, ചീഫ് മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. ഉടനടി വൈദ്യസഹായം തേടുക. എന്തെങ്കിലും ക്ലീൻ ചെയ്യുമ്പോൾ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, വൈദ്യസഹായം തേടുക. അപ്പോ എന്താണ് ഓറഞ്ച് കോഡ് പറയുന്നത്, ലീക്ക് ആവുന്നത്. ദെൻ ബ്ലൂ കോഡ് പറയുന്നത് എന്താണ്, കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്, അതായത് എന്താണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ വരുന്നത് കേട്ടോ. റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ ഡയൽ ചെയ്യുക. 6664 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, CPR അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവരെ കോൾ ചെയ്യുക. ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സെൻ ഫിലോബോട്ടമി, അതായത് എന്താണ്, ഫോളോ, അതായത് ആ ഒരു ബ്ലൂ കോഡിന്റെ ആ ഒരു കോഡിന്റെ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാം. എന്തൊക്കെയാണ് ഇങ്ങനെ വരുമ്പോ ചെയ്യേണ്ടത്, CPR കൊടുക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. Then resume normal operations. Only desired team members will respond to the CPR area. അല്ലെ, അതായത് സാധാരണ പ്രവർത്തനങ്ങൾ മാത്രം അതായത് CPRന്റെ ആ ഒരു ടീം അംഗങ്ങൾ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ECG സർവീസുകളും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ കറക്റ്റ് ടൈമിൽ തന്നെ ഈ നമ്മൾ ആ ഒരു 6664 വിളിക്കുമ്പോൾ തന്നെ CPR ടീം വന്നിട്ട് ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മൾ നോക്കുന്നത് യെല്ലോ കോഡ് കേട്ടോ. യെല്ലോ കോഡ് എങ്ങനെയാണ് അറിയിക്കുന്നത് എന്നാണ് നോക്കുന്നത്. നോക്കാം. ആൻഡ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഹാസ് ഒക്യൂർഡ്, പുറമേ നിന്നുള്ളൊരു എന്തെങ്കിലും ദുരന്തങ്ങൾ വരികയാണെങ്കിലാണ് യെല്ലോ കോഡ് ഡിനോട്ട് ചെയ്യുന്നത്, നോർമൽ ആയിട്ടുള്ളത്. ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻസ് പ്ലാൻ മാനുവൽ. അപ്പോൾ എന്ത് ചെയ്യുക, എമർജൻസി ആക്ഷൻ പ്ലാനുകൾ അതിന് ഉടനെ തന്നെ എടുക്കുക. Then learning of an alert, all departments should activate their department specific disaster plan. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റർ പ്ലാനുകൾ കൈകാര്യം ചെയ്യണം. Check over all status of the ER departments such as facilities, supplies and access staffing needs. Notify department charge coordinator. All departments should send extra staff to the ER bank. ഓക്കെ, അതായത് നമ്മൾ സാധാരണ നോർമലി വരുന്ന മറ്റു എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മൾ ഒരു ഡിസാസ്റ്റർ പ്ലാനുകൾ ഓരോ ഹോസ്പിറ്റലിൽ തയ്യാറാക്കി നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ പ്ലാനുകളൊക്കെ ഇവിടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്.
As designated staff arrives, each person with a role in the emergency manual plan. എമർജൻസി മാനുവൽ പ്ലാൻ തയ്യാറാക്കിയപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനുമുള്ള റോളുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണോ ആ ഒരു റോളുകൾ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളാണ് അവരിവിടെ ചെയ്യേണ്ടത്. ഓക്കെ. Then code violet. അപ്പോ വയലറ്റ് കോഡിൽ പറയുന്നത് ഇനി എന്താണെന്ന് നോക്കാം. Code violet. Assistance is needed with an out of control patient individuals. Note here, a code violet should not be activated where a gun or weapon may be involved. ഇപ്പോ എന്താണ് നിയന്ത്രിതമായിട്ടുള്ള സഹായം ആവശ്യമാണെന്ന്. അതായത് എന്താ ഇപ്പോ ഗൺ അങ്ങനെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, വെപ്പൺ മീൻസ് ആയുധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അങ്ങനെ യുദ്ധങ്ങളൊക്കെ ഇല്ലേ, അതിനാണ് ഈ കോഡ് വയലറ്റ് സൂചിപ്പിക്കുന്നത്. ഡയൽ എമർജൻസി നമ്പർ ടു ഇനിഷ്യേറ്റ് കോഡ് വയലറ്റ് റിപ്പോർട്ട് ആൻഡ് ലൊക്കേഷൻ. കോൺടാക്ട് സെക്യൂരിറ്റി നഴ്സിംഗ് ഇമ്മീഡിയറ്റ്ലി അല്ലെ. അപ്പോ ലൊക്കേഷൻ റിപ്പോർട്ട് ചെയ്യുകയും വേണം, എമർജൻസി കോൾ നമ്പറിലോട്ട് വിളിക്കുക, ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അതുപോലെ സെക്യൂരിറ്റി നഴ്സിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക. Do not attempt to control the out of control individuals. Security will provide instructions. Responding personnel on the type of assistance required. അതായത് എന്താണ് നിയന്ത്രിക്കാനായിട്ട് അത് ഡു നോട്ട് അറ്റംപ്റ്റ് ടു കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. മീൻസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കണം. Then do not confront the individuals with a weapon. ആയുധം ഉപയോഗിച്ചിട്ട് വ്യക്തികളെ നേരിടാൻ ശ്രമിക്കരുത്, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും. നെക്സ്റ്റ് വൺ കോഡ് ബ്രൗൺ. ഇനി ബ്രൗൺ കോഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? An adult patient is missing, lost or abducted from the hospital. ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പേഷ്യന്റിനെ നഷ്ടപ്പെടുന്നത്, മിസ്സിംഗ് ആവുന്നതിനാണ് നമ്മൾ കോഡ് ബ്രൗൺ ഉപയോഗിക്കുന്നത്. When a patient is missing from a patient care unit or outpatient clinic, is suspected that the patient has eloped, been abducted or is a lost conduct unit search. അല്ലെ, അതായത് ഒരു പേഷ്യന്റ് കെയർ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ രോഗിയെ നഷ്ടമാകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാന്നൊക്കെ പറയൂലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ, അങ്ങനെ ഒരു സംശയിക്കുന്നു കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, തിരച്ചില് നടത്തണം. Then notify the patient attending physician and or staff on code. Notify the nursing supervisor on duty. Notify family appropriate. The nursing supervisor will contact the administrator. അല്ലെ, രോഗിയെ പങ്കെടുക്കുന്ന ആ ഒരു ഫിസിഷ്യനും മറ്റും സ്റ്റാഫിനെയും ഇത് അറിയിക്കണം, ആളെ മിസ്സായിട്ടുണ്ടെങ്കിൽ. അപ്പോ എന്ത് ചെയ്യാ, പിന്നെ കുടുംബത്തെ അറിയിക്കണം, പിന്നെ മിസ്സിംഗ് ആണ്, പിന്നെ കാര്യം അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കണം, മിസ്സിംഗ് ആയവരെ കണ്ടുപിടിക്കണ്ടേ. Then social worker, nursing staff will assist the patient's family members and the staff during the crisis. അല്ലെ, ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സും അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു കുടുംബത്തോടൊപ്പം രോഗിയെ കണ്ടെത്താൻ സഹായിക്കണം. അപ്പോൾ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റ്, നോട്ടിഫൈ the in-charge nurse and the nursing supervisor that patient has been located at, describe the patient. നഴ്സിംഗ് സൂപ്പർവൈസറും സൂപ്പർവൈസറെ അറിയിക്കണം, രോഗിയെ വിവരിച്ചു കൊടുക്കുക, എങ്ങനെയാണ് മിസ്സായത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിലാണ് ഏത് ടൈമിലാണ് മിസ് ചെയ്തതെന്നൊക്കെ എന്ത് ചെയ്യുക, നഴ്സിംഗ് സൂപ്പർവൈസർ ഒന്ന് അറിയിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് 4 കോഡുകളാണ്. നമ്മൾ റെഡ് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരുന്നു, നിങ്ങൾ ആ കോഡ് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. റെഡ് നമ്മൾ പറഞ്ഞു ഫയറും മറ്റു കാര്യങ്ങളും, പിങ്ക് പറഞ്ഞത് ഇൻഫന്റിന് മിസ് ആവുന്നത്, ബ്രൗൺ കോഡ് പറയുന്നത് അഡൾട്ട് മിസ്സിംഗ് ആണ്, വയലറ്റ് പറയുന്നത് വെപ്പണും അല്ലെങ്കിലുള്ള ഗണ്ണും മറ്റു സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ പറഞ്ഞത് ഏതായിരുന്നു, യെല്ലോ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ദെൻ ബ്ലൂ കോഡ് കാർഡിയാറ്റിക് അറസ്റ്റ്, ഓറഞ്ച് ഇതുപോലെ ഹസാർഡ്സ്, കെമിക്കൽ ലീക്കിങ്ങോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കിങ്ങോ മറ്റൊക്കെയാണ് ഓറഞ്ചിൽ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ. കുറച്ച് സ്പീഡിൽ പോയി, പക്ഷെ അത് കുറച്ച് എളുപ്പമാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത് കേട്ടോ. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ എന്റെ പോർഷൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി ഉണ്ട് നിങ്ങൾക്ക് അല്ലെ. അതോടുകൂടി നമ്മളുടെ ഈ ഒരു ബാച്ചിന്റെ ക്ലാസ് കഴിയുകയാണ്. ദെൻ നിങ്ങൾക്ക് എക്സാമിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ തരും കേട്ടോ. ഓക്കെ.
Okay, miss. ഓക്കെ, ഇച്ചിരി മീൻസ് ലാസ്റ്റ് പോർഷൻ ആയതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ തന്നെ പോയത്. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത് കേട്ടോ. ഒരു ക്ലാസ്സും കൂടി ഉണ്ട്, അതിനുശേഷം നിങ്ങൾക്ക് ദെൻ എങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മോഡൽ എക്സാമോ എങ്ങനെയാണെന്നുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഓഫീസിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ Okay, miss. ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് ഇപ്പോ 12 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, Thank you, miss.